നമുക്കൊരു സാമ്പാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, പടവലം, തടിയങ്ക, വെള്ളരിക്ക, ഉരുളൻകിഴങ്ങ്, അമരയ്ക്ക, ഒരു വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളത്. അത് ഓരോരോ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇടുന്നത്. ഞാൻ വെണ്ടയ്ക്ക കുറച്ച് ഇടാറുള്ളൂ, ഒന്നേ ഇടാറുള്ളൂ. ക്യാരറ്റ്, 2 തക്കാളി, ചെറിയ ഉള്ളി, ചെറിയ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തൊലി കളഞ്ഞ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വയ്ക്കും. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ സാമ്പാറിൻ്റെ ഇതിൽ സാമ്പാറിന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കഷ്ണങ്ങളെല്ലാം കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചെടുക്കും. തോരൻ പരിപ്പ് ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണത്തിലോട്ട് ഇടാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തോരൻ പരിപ്പ് ഇതിലോട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പ് പാകത്തിന് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കായപ്പൊടി ആവശ്യത്തിന്, മൂന്ന് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. സ്റ്റൗ ഓൺ ചെയ്ത് സിമ്മിലാക്കിയിരുന്നാൽ മതി. ഇതേ സ്പൂണിൽ 2 സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മൂപ്പിച്ച് വെച്ച മല്ലിപ്പൊടി അതിലേക്കിട്ട് മുളകുപൊടി, എനിക്ക് ആവശ്യമായ മുളക് പൊടി, മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടിയാണ് ഇതിലോട്ട്
വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണത്തിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് ആ പുളി പിഴിഞ്ഞ വെള്ളമൊന്നും ഒഴിക്കുന്നത്. പുളിക്കനുസരിച്ച് പുളിവെള്ളം ചേർക്കാം. ചെറിയ ഉള്ളി 2 എണ്ണം എണ്ണ ഒഴിച്ച് കുറച്ച് കടുക്, 2 വറ്റൽമുളക്, മൂപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളമൊക്കെ ചേർത്തതല്ലേ, തിളപ്പിച്ചെടുക്കാം. 1 നുള്ള് ഉലുവാപ്പൊടി, മല്ലിയിലയും ആവശ്യത്തിനിട്ട് വറുത്ത് വെച്ചിരിക്കുന്നത് കടുവും ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ആഡ് ചെയ്ത് ഉപ്പ് പാകത്തിനുള്ളത് നോക്കാം. അതെല്ലാം പുളിയും ഉപ്പും എരിവും എല്ലാം കറക്റ്റുണ്ട്. നന്നായി തിളച്ച് സെർവിങ് പാത്രത്തിലോട്ട് സ്വാദിഷ്ടമായ സാമ്പാർ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.